ലെബനാൻ അതിർത്തിയിൽ നിന്നും ലഭിച്ച തിരിച്ചടിക്ക് ശേഷം ഇസ്രയേൽ അവരുടെ ബറ്റാലിയന്റെ 4ാം ടീമിനെ കൂടി ലെബനാൻ അതിർത്തിയിലേക്ക് ഇറക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. അതോടൊപ്പം ഇസ്രയേലിന്റെ മുതിർന്ന സൈനിക ഓഫീസറെ ഹിസ്ബുള്ള കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് പകരമായി ഹിസ്ബുള്ളയുടെയും മുതിർന്ന ഒരു കമാൻഡറെ ഇസ്രയേലും കൊലപ്പെടുത്തിയിരിക്കുന്നു. തുർക്കി അവരുടെ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് ലെബനൻ വിടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ലെബനനിൽ നിന്നും തിരിച്ച് അവരെ വിളിച്ചിരിക്കുകയാണ്. കടൽ മാർഗം തുർക്കി അവരുടെ പൗരന്മാരെ തിരികെ എത്തിക്കുന്ന പദ്ധതിക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നു. യുദ്ധവാർത്തകളിലേക്ക് വന്നാൽ ഹിസ്ബുള്ള ആക്രമണത്തിൽ IDF ചീഫ് വാറന്റ് ഓഫീസർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുന്നു. 43 വയസ്സുള്ള അവീവ് മേഖ്നയാണ് കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7 മാത്രം കൊല്ലപ്പെട്ട ഇസ്രയേലിന്റെ 2ാമത്തെ സൈനികൻ കൂടിയാണ് ഇദ്ദേഹം. മേഖലയിൽ ഇസ്രയേലിനെ കനത്ത തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കരമാർഗമുള്ള യുദ്ധത്തിൽ ലെബനാന്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല ഘടകങ്ങൾ ഹിസ്ബുള്ള മറയാക്കുമ്പോൾ ഇസ്രയേൽ കനത്ത തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. കരയാക്രമണ വാർത്ത വന്ന ഉടൻ തന്നെ 9 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇസ്രയേലിനെ ഞെട്ടിച്ചിരുന്നു. നിലവിലെ 3 ബറ്റാലിയനുകൾ പരുങ്ങുന്നതിനിടെയാണ് 4ാമത്തെ ഗ്രൗണ്ട് ഫോഴ്സിനെയും ഇറക്കാൻ ഇസ്രയേൽ ഇപ്പോൾ നിർബന്ധിതമായിരിക്കുന്നത്. റിസർവ് ഡിവിഷന്റെ 3 സ്റ്റാൻഡിംഗ് ആർമി ഡിവിഷനുകളായ 98, 36, 91 എന്നീ ട്രൂപ്പുകളാണ് ഇതിനകം തന്നെ തെക്കൻ ലെബനന്റെ മധ്യ കിഴക്കൻ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നത്. തെക്കു പടിഞ്ഞാറൻ ലെബനാൻ മേഖലയിലേക്കാണ് ഇസ്രയേൽ ഇപ്പോൾ കടന്നു കയറിയിരിക്കുന്നത്. ഇവിടങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ ധാരാളം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഇടം കൂടിയാണ്. ഈ ക്യാമ്പുകളിലൊക്കെ ഇസ്രയേൽ സൈന്യം ഇപ്പോൾ റെയ്ഡുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നും അതിനിടെ ഹിസ്ബുള്ള ഇത്തരത്തിൽ കടന്നു കയറിയ ഇസ്രയേൽ സൈന്യവുമായി രൂക്ഷമായ സംഘട്ടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, സംഘടനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘട്ടനത്തിനിടെയാണ് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർമാരിൽ ഒരാളായ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തെ തലവൻ സുഹൈൽ ഹുസൈനിയെ വധിച്ചതായി IDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ സാമ്പത്തിക കാര്യങ്ങളും ഹിസ്ബുള്ളക്കുള്ളിലെ മറ്റു ശാഖകളുടെ ഓർഗനൈസേഷനുകളുമെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമായിരുന്നു എന്നും ഇറാനും ഹിസ്ബുള്ളയ്ക്കും തമ്മിലുള്ള ആയുധ കൈമാറ്റ കരാറിൽ ഇദ്ദേഹത്തിന് മുഖ്യ പങ്കുണ്ടായിരുന്നു എന്നുമാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇറാൻ ആണവ മിസൈൽ പരീക്ഷണം നടത്തിയെന്ന വാർത്ത ഇസ്രയേലിനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇസ്രയേലിലും ഇറാനിലും ഭൂചലനം ഉണ്ടായെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിലേക്ക് മിസൈലുകൾ അയച്ച് സൈനിക താവളങ്ങൾ ആക്രമിച്ച ഇറാന്റെ നടപടിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന ഇസ്രയേൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി ശക്തമായൊരു പ്രസ്താവന ഇന്ന് നടത്തിയിട്ടുണ്ട്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഏത് ആക്രമണം ഉണ്ടായാലും തിരിച്ചടിക്കാനും പ്രതിരോധിക്കാനും ഇറാൻ പൂർണ്ണ സജ്ജമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇറാന്റെ എണ്ണ ഉൽപാദന യൂണിറ്റുകളും ആണവ നിലയങ്ങളും ഇസ്രയേൽ ലക്ഷ്യമാക്കും എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇറാന്റെ ശക്തമായ പ്രസ്താവന അറാഖിയിൽ നിന്നും ഉണ്ടാക്കുന്നത്. അതേസമയം യമനിൽ നിന്നും ഹൂത്തികൾ ശക്തമായ റോക്കറ്റ് ആക്രമണം തന്നെ ഇസ്രയേലിന്റെ വടക്കൻ പ്രദേശങ്ങളിലേക്കും ഗലീലി പ്രദേശത്തോടും ചേർന്നുള്ള സ്ഥലങ്ങളിലേക്കും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ പ്രദേശങ്ങളിലെ മിസൈൽ പ്രതിരോധ സിസ്റ്റങ്ങളിൽ നിന്നും തുടർച്ചയായ സൈറണുകൾ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നും ഇൻകമിംഗ് റോക്കറ്റ് ഫയർ മുന്നറിയിപ്പുകൾ മിനിറ്റുകളുടെ ഇടവേളകളിൽ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നും തൽഫലമായി നഗരങ്ങളെല്ലാം നിശ്ചലമാവുകയാണ് എന്നും ഒരു ഹർത്താൽ അല്ലെങ്കിൽ ഒരു പണിമുടക്കിന്റെ പ്രതീതിയാണ് ഇസ്രയേലിന്റെ ചില നഗരങ്ങളിൽ അതിർത്തി പങ്കുവെക്കുന്ന നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ കാണാൻ കഴിയുന്നത് എന്നും ദ ഹാരറ്റ്സ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളുമെല്ലാം സ്ഥിരീകരിക്കുന്നുണ്ട്. ആളപായമോ മറ്റോ ഒന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ആളുകൾ ബങ്കറുകളിൽ കഴിയുകയാണ് എന്നുമുള്ള റിപ്പോർട്ടുകളും ഹാരറ്റ്സ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം നെതന്യാഹുവിനെതിരായ ശക്തമായ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. നെതന്യാഹു ഇസ്രയേലിനെ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം കാലാവസ്ഥയിലേക്കും വർഷത്തിലേക്കും ഏറ്റവും മോശം യുദ്ധത്തിലേക്കും നയിച്ചു എന്നും ഇസ്രയേലികൾക്ക് ഇനി സമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ നെതന്യാഹു സംജാതമാക്കിയെന്നും ഇത് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും ഇസ്രയേൽ അനുകൂലിയും കോളമിസ്റ്റുമായ അലോൺ പിങ്കാസ് ദ ഹാരറ്റ്സിൽ എഴുതിയ ലേഖനത്തിലൂടെ അദ്ദേഹം പറയുന്നു. ഈ ലേഖനം പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രയേലിനകത്ത് ഈ ലേഖനത്തിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ചൂടുപിടിച്ച ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഏതായിരുന്നാലും യുദ്ധത്തിന്റെ അവസ്ഥാന്തരങ്ങൾ ഓരോ മിനിറ്റുകളും മണിക്കൂറുകളും പിന്നിടുമ്പോൾ മുറുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്, വാർത്തകളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ അത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും.
waytonikah.com, the exclusive Muslim matrimonial site.